A light flexible cable 18 meter long is supported at two ends at the same level. The supports are 16 meter apart. The cable is subjected to uniformly distributed load of 1 kilonewton per meter of horizontal length over its entire span. Determine the reactions developed at the support, maximum tension and inclination of the cable with the horizontal. Okay, a light flexible cable 18 meter long. അപ്പോൾ 18 meter long എന്ന് പറയുമ്പോൾ ഇത് കേബിളിൻ്റെ ലെങ്ത് ആണ്, അതായത് എസ് ആണ്, ഹൊറിസോണ്ടൽ സ്പാൻ അല്ല, എസ് ആണ് 18 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എ ലൈറ്റ് ഫ്ലെക്സിബിൾ കേബിൾ 18 മീറ്റർ ലോങ്, അതായത് കേബിളിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, എല്ലും എസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് എസ് ആണ് ഇവിടെ തന്നിട്ടുള്ള 18 മീറ്റർ എന്ന് പറയുന്നത്. ഈ സപ്പോർട്ടഡ് അറ്റ് ടു എൻഡ്സ് അറ്റ് ദ സെയിം ലെവൽ. അപ്പം രണ്ട് എൻഡിൽ ആയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഒരേ ലെവലിലുള്ള രണ്ട് സപ്പോർട്ട്. ഓക്കെ, ഒരേ ലെവലിലുള്ള, അപ്പോൾ സെയിം ലെവലാണെന്നുള്ള കാര്യവും നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലായി. ഓക്കെ, ദ സപ്പോർട്ട്സ് ആർ 16 മീറ്റർ അപ്പാർട്ട്. സപ്പോർട്ട്സ് ആർ 16 മീറ്റർ അപ്പാർട്ട് എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 മീറ്റർ. ഓക്കെ, അതായത് 16 മീറ്റർ ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സപ്പോർട്ട് ടു സപ്പോർട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത്, അതായത് എൽ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്, എസ് എന്ന് പറയുന്നത് 18 മീറ്റർ ആണ്. The cable is subjected to uniformly distributed load of 1 kilonewton per meter of horizontal length over its entire span. The cable is subjected to uniformly distributed load of 1 kilonewton per meter. അപ്പോൾ അവിടെ വരുന്ന UDL, ആ കേബിളുള്ള UDL എന്ന് പറയുന്നത് 1 kilonewton per meter ആണ് ആ ഫുൾ സ്പാനിലും. ഓക്കെ, ഡിറ്റർമൈൻ ദ റിയാക്ഷൻസ് ഡെവലപ്ഡ് അറ്റ് ദ സപ്പോർട്ട്, മാക്സിമം ടെൻഷൻ ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പം W 1 kilonewton per meter ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ റിയാക്ഷൻസ്, അല്ലെ, സപ്പോർട്ട് റിയാക്ഷൻ, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസും കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ മാക്സിമം ടെൻഷൻ, അതായത് ടി മാക്സ് കണ്ടുപിടിക്കണം. പിന്നെ ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ, അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ഇൻക്ലിനേഷൻ, ഓക്കെ, വിത്ത് ഹൊറിസോണ്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ മുന്നേ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് അത് വിത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആ ഇൻക്ലിനേഷന് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മളെ റിയാക്ഷൻസ് അല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ റിയാക്ഷൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, WL/2 എന്നുള്ളതാണ് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം W ഉണ്ട്, L ഉണ്ട്, അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം, പ്രയാസമൊന്നുമില്ല. പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WL² / 8D ആണ്. WL ഉണ്ട്, എന്നാൽ D ഇല്ല, അല്ലേ, ഡിപ്പ് എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അപ്പം ഡിപ്പ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പ് വേണം. അപ്പോൾ ഡിപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേബിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അല്ലേ, അതായത് കേബിളിൻ്റെ ലെങ്ത്, സ്പാൻ അല്ല, കേബിളിൻ്റെ ലെങ്ത് 18 മീറ്റർ ആണെന്നുള്ള തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്. അപ്പോൾ എസ്സും അതുപോലെ ഡിപ്പും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി അത് എഴുതിയിരുന്നു, അല്ലേ. എസ് കണ്ടുപിടിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിൽ എല്ലും ഡി ഒക്കെ വരുന്നുണ്ട്, അതായത് ഡിപ്പൊക്കെ വരുന്നുണ്ട്, സെൻട്രൽ ഡിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പ് കിട്ടും. ഓക്കെ, ഡിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് കിട്ടും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടി മാക്സ് എന്ന് പറയുന്ന √V² + H² ആണ്. കാരണം ഇത് ഒരേ ലെവലിലുള്ള സപ്പോർട്ടാണ്, UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ടി മാക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ സൈഡ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ VH എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ √V² + H² ആണ് ടി മാക്സ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കിട്ടും. പിന്നെ ഇൻക്ലിനേഷൻ ആണ്. അപ്പം ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് VAH അല്ലെങ്കിൽ VH നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൻ്റെ അകത്ത് അഡീഷണലി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഗിവൺ ഡാറ്റ ഫസ്റ്റ് എഴുതാം. ഗിവൺ ഡാറ്റ, ലെങ്ത് ഓഫ് ദ സസ്പെൻഷൻ കേബിൾ S = 18 മീറ്റർ. അപ്പോൾ സസ്പെൻഷൻ കേബിളിൻ്റെ ലെങ്ത് 18 മീറ്റർ ആണ്, എസ് ആണ് 18 മീറ്റർ. ഹൊറിസോണ്ടൽ സ്പാൻ L = 16 മീറ്റർ. ഓക്കെ, W 1 kilonewton per meter. നമ്മൾ ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് V അറിയില്ല, H അറിയില്ല, T max ആൻഡ് θS നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ആ തീറ്റ എന്ന് പറയുന്നത് വിത്ത് ഹൊറിസോണ്ടൽ ആണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിലിപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യമുണ്ട്. എന്നാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഡിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡിപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പാൻ. ഓക്കെ, സ്പാൻ എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. അത് കാണിച്ചു. പാരബോളിക് ആയിട്ട് നമ്മൾ കേബിൾ, സസ്പെൻഷൻ കേബിൾ വരച്ചു. അതിൽ ആക്ട് ചെയ്യുന്ന UDL വരച്ചു 1 kN/m. അതിൻ്റെ ലെങ്ത്, കേബിളിൻ്റെ ലെങ്ത് 18 മീറ്റർ ആണെന്നുള്ള ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. സെൻട്രലിലെ ഡിപ്പിൻ്റെ വാല്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ D എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി സപ്പോർട്ട്സിൽ AB, സപ്പോർട്ട്സിൻ്റെ അകത്ത് വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് ടെൻഷൻ അത് മാർക്ക് ചെയ്തു. പിന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട θS എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഹൊറിസോണ്ടലും ആയിട്ടുള്ള ആംഗിളായിട്ട് ഞാൻ θS ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് VA, HA ആൻഡ് Tmax, D ഒക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കാനുണ്ട്. θS കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് D ഇവിടെ അൺനോൺ ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് D കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. സ്റ്റെപ്പ് 1, സിൻസ് ദ ലെങ്ത് ഓഫ് ദ സസ്പെൻഷൻ കേബിൾ ഈസ് ഗിവൺ, അതായത് S നമുക്ക് തന്നിട്ടുണ്ട് 18 മീറ്റർ, വി കുഡ് ഫൈൻഡ് ഔട്ട് സെൻട്രൽ ഡിപ്പ് D. അപ്പോൾ S എന്ന് പറയുന്ന ആ വാല്യൂ തന്നതുകൊണ്ട് നമുക്ക് L അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഡിപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. S = L + 8/3 D²/L എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എസിൻ്റെ വാല്യൂ 18 = L 16 + 8/3 × D²/16. L എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് D² മാത്രം അൺനോൺ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 18 ഇവിടെ ഉണ്ട്. 16 ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 18 - 6 2 ആയി മാറി. ബാക്കി 8/3 D²/16. ഓക്കെ, അപ്പോൾ D² = സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ D = √12, ദാറ്റ് ഈസ് 3.464 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ 8ഉം 16ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം അതായത് 16ൻ്റെ അവിടെ 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ D² = 12 എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഇപ്പം 8ഉം 16ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 വരും. 3 × 2 6 ആണ്. അപ്പോൾ D²/6 എന്ന് പറഞ്ഞ് വരും. 6 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ D² = 12 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ D സ്ക്വയർ ആയതുകൊണ്ട് D കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √12 എടുക്കുമ്പോൾ 3.464 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ D കിട്ടി. ഇനി നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ സ്റ്റെപ്പ് 2, വെർട്ടിക്കൽ റിയാക്ഷൻസ്. VA = VB = V അല്ലേ? കാരണം രണ്ട് സ്ഥലത്തുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ സെയിം ആണ്, ഒരേ ലെവലിലാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ WL/2 ആയിരിക്കും. അപ്പോൾ W1 ആണ്, L 16 ആണ്, /2 ചെയ്ത് കഴിഞ്ഞാൽ 8 kN എന്ന് പറഞ്ഞ വെർട്ടിക്കൽ റിയാക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഇനി സ്റ്റെപ്പ് 3, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. HA = HB = H. വേറെ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ H എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അതിൻ്റെ ഇക്വേഷൻ WL²/8D. നമ്മൾ D ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം W1 L² 16² / 8 × 3.464 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 9.237 kN എന്ന് പറഞ്ഞ് കിട്ടും ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാം. മാക്സിമം ടെൻഷൻ, ദാറ്റ് ഈസ് TA = TB = Tmax. രണ്ടും സെയിം ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും മാക്സിമം വരിക. ദാറ്റ് ഈസ് = √V² + S², ദാറ്റ് ഈസ് √8² + 9.237². Tmax നമുക്ക് 12.22 kN എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട θS കൂടി ഇനി കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളൂ. സ്റ്റെപ്പ് 5, ഇൻക്ലിനേഷൻ ഓഫ് ദ കേബിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പം θS നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ ഉള്ളത്. ഞാൻ A എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്തു. HA, VA, TA ആൻഡ് θS വിത്ത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഞാനിപ്പോൾ കേസർ വെച്ച് കാണിക്കുന്ന പോലെ ഈ രീതിയിലൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ θS എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. tan θS അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് VA ആണ്, ദാറ്റ് ഈസ് V ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, അപ്പം tan θS = ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side, that is tan θS = V/H. അപ്പം θS = tan ഇൻവേഴ്സ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ tan ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആവും. അപ്പോൾ tan ഇൻവേഴ്സ് V/H. വിൻ്റെ വാല്യൂ 8 ആൻഡ് Hൻ്റെ വാല്യൂ 9.237. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ θS = 40.89 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസും നമ്മൾ കണ്ടുപിടിച്ചു. Tmax കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടലും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ഞാൻ പറയാം.
A suspension bridge is of 50 meter span with a 16-meter wide roadway. It is subjected to a load of 25 kN per meter square, including dead loads. The bridge is supported by a pair of cables having a central dip of 4.2 meter. Find the cross-sectional area of the cable necessary if the maximum permissible stress in the cable material is not to exceed 600 Newton per millimeter square. Okay. Okay, a suspension bridge is of 50 meter span. അല്ലേ, സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ സ്പാൻ 50 മീറ്റർ തന്നു. ഓക്കെ, അതായത് ആ സസ്പെൻഷൻ കേബിളിൻ്റെ സ്പാൻ തന്നെയാണ് അത് 50 മീറ്റർ. ദാറ്റ് ഈസ് എൽ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, 50 മീറ്റർ. അപ്പം ഗിവൺ ഡാറ്റ നമുക്ക് L ഈസ് ഈക്വൽ ടു 50 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, വിത്ത് എ 16 മീറ്റർ വൈഡ് റോഡ് വേ, അതായത് ആ റോഡിൻ്റെ വീതി 50 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണ്. ഓക്കെ, ആ ബ്രിഡ്ജിൻ്റെ വീതി എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. ഓക്കെ, അപ്പം ബ്രിഡ്ജിൻ്റെ നീളവും വീതിയാണ് തന്നിട്ടുള്ളത്. അപ്പം ആ ബ്രിഡ്ജിൻ്റെ നീളം തന്നെ നമുക്ക് ആ സസ്പെൻഷൻ കേബിളിൻ്റെ ആ സ്പാൻ ആയിട്ട് നമുക്ക് എടുക്കാം. L ഈസ് ഈക്വൽ ടു 50 മീറ്റർ എടുക്കാം. ഓക്കെ, ആ ബ്രിഡ്ജിൻ്റെ വീതിയാണ് 16 മീറ്റർ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 25 kN per meter square including dead loads. അപ്പം ആ റോഡ് വേയിൽ വരുന്ന ലോഡാണ് അപ്പം തന്നിട്ടുള്ളത്. അതായത് ആ റോഡിൽ വരുന്ന ലോഡാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് 25 kN per meter square എന്നുള്ളത്. അതായത് ഏരിയ ലോഡായിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആ ഏരിയയിൽ ഫുള്ള് kN per meter square ആണ് വരുന്ന ലോഡാണ് നമുക്ക് തന്നിട്ടുള്ളത് 25 kN per meter square, ഇൻക്ലൂഡിങ് ഡെഡ് ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ്വേയുടെ അടക്കം വെയിറ്റ്, അതായത് ആ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഓൺ വെയിറ്റും കൂടിയും ചേർത്തിട്ടുള്ള വെയിറ്റ് ആണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 25 kN per meter square. ഓക്കെ, the bridge is supported by a pair of cables having a central dip of 4.2 meter. അപ്പോൾ ഈ ബ്രിഡ്ജ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ പെയർ ഓഫ് കേബിൾസ് ആണ്. അതായത് റോഡ് വേന്റെ രണ്ട് സൈഡിലും കേബിൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റോഡ് വേയിൽ വരുന്ന ലോഡ് രണ്ട് കേബിളിലേക്കുമാണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയി വരുന്നത് UDL ആയിട്ട്. ഓക്കെ, അപ്പം ദ ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ബൈ എ പെയർ ഓഫ് കേബിൾസ്, രണ്ട് സൈഡിലും കേബിൾസ് ഉണ്ട്. ഹാവിങ് എ സെൻട്രൽ ഡിപ്പ് ഓഫ് 4.2 മീറ്റർ. അതായത് സസ്പെൻഷൻ കേബിളിൻ്റെ സെൻട്രൽ ഡിപ്പ്, അതായത് D എന്ന് പറയുന്നത് 4.2 മീറ്റർ തന്നിട്ടുണ്ട്, സെൻട്രലിൽ വരുന്ന D. ഓക്കെ, ഫൈൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കേബിൾ നെസസറി if the maximum permissible stress in the cable material is not to exceed 600 Newton per mm square. അതായത് ഈ കേബിൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേബിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ഇവിടെ തന്നിട്ടുണ്ട് 600 Newton per mm square ആണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും അതിൻ്റെ അതിൽ വരുന്ന ടെൻഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരിക്കലും അതിൻ്റെ സ്ട്രെസ് 600 Newton per mm square കൂടാൻ പാടില്ല. അതിൻ്റെ അകത്ത് ലിമിറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അതായത് അതിൻ്റെ സൈസും അതായത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പം ഇതിൽ വരുന്ന ഈ ഒരു കണ്ടീഷൻ പ്രകാരം ലോഡ് എന്താ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ലോഡിങ് പ്രകാരം ടെൻഷൻ എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് 600 Newton per mm square കൂടാത്ത രീതിയിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ കേബിളിൽ വരുന്ന ഫോഴ്സ് നമുക്കറിയാം, കണ്ടുപിടിക്കാം. അതായത് ടെൻഷൻ കണ്ടുപിടിക്കാം, മാക്സിമം അതിൽ വരുന്ന ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ മാക്സിമം ടെൻഷൻ വരുമ്പോൾ ഈ സ്ട്രെസ് 600 Newton per mm square കൂടാത്ത രീതിയിൽ ഒരു ഏരിയ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ സ്ട്രെസ് 600-നേക്കാളും എക്സീഡ് ആവാത്ത രീതിയിലുള്ള സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് 600-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് 600 Newton per mm square എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P/A. അതിൽ P നമുക്കറിയാം. P എന്ന് പറയുന്നത് ആ കേബിളിലേക്ക് വരുന്ന മാക്സിമം ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് ടെൻഷൻ ആണ്. അപ്പോൾ Tmax നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡിവൈഡ് ബൈ ഏരിയ. അതിൻ്റെ അകത്ത് ഏരിയ അൺനോൺ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ് എക്സീഡ് ചെയ്യാത്ത രീതിയിൽ എത്ര ക്രോസ് സെക്ഷണൽ ഏരിയ, ആ കേബിളിൻ്റെ എത്ര ഏരിയ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഉള്ളൊരു കടമ്പ എന്ന് പറയുന്നത് ഈ ഓരോ കേബിളിലേക്കും, അതായത് ഇപ്പോൾ രണ്ട് സൈഡിലും കേബിൾ ഉണ്ട്, ആ സസ്പെൻഷൻ കേബിളിലേക്ക് വരുന്ന UDL എത്രയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വെച്ച് പറയാം. ഇപ്പോൾ നമുക്ക്
ഇവിടെയുള്ള സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ നമുക്ക് ഈ സപ്പോർട്ട് അതിൻ്റെ അതായത് സ്പാൻ ആയിട്ട് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ലെങ്ത് മീൻസ് നമുക്ക് ഈ സസ്പെൻഷൻ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈ സസ്പെൻഷൻ കേബിളിൻ്റെ ഹൊറിസോണ്ടൽ സ്പാൻ എന്നുള്ള രീതിയിൽ എടുക്കാം. എൽ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്. ഇനി നമുക്കിത് ഇവിടെ കാണാം, ഈ റോഡിൽ അതായത് ഈ പോർഷനിൽ ഓക്കെ, അതായത് ഇവിടെ തൊട്ട് ഇതുവരെ ലെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു m² എടുത്തു കഴിഞ്ഞാൽ ഒരു m² വരുന്ന ലോഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, 25 kN/m² എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൽ വരുന്ന ലോഡാണ്, അതായത് ഈ റോഡ്വേയിൽ വരുന്ന ലോഡാണ്. ഇപ്പം നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ആ സസ്പെൻഷൻ കേബിളിൽ വരുന്ന UDL എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 16 മീറ്റർ ആണ്, ലെങ്ത് നമുക്കിപ്പോൾ 50 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 50 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UDL ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്കുള്ള ലോഡ് 25 kN/m² ആണ്. ഓക്കെ, kN/m². അപ്പോൾ അതിനെ kN/m ആക്കി മാറ്റണമെങ്കിൽ അതായത് ഈ 50 മീറ്റർ സ്പാനിൽ ഓരോ മീറ്ററിലും വരാവുന്ന ആ UDLന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ kN/m² മീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ m² ആയതുകൊണ്ട് ഇൻറ്റു നമ്മൾ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ, അതായത് ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. kN/m² ആണെങ്കിൽ ഇൻറ്റു മീറ്റർ ചെയ്താലാണ് അത് kN/m ആവുക. അപ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ കേബിളിൻ്റെ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UDL കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ വിഡ്ത്തുമായിട്ടാണ്. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. അപ്പോൾ ആ തന്നിട്ടുള്ള 25 എന്ന് പറയുന്ന kN/m² ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സസ്പെൻഷൻ കേബിളിലേക്ക് വരുന്ന UDLന്റെ വാല്യൂ കിട്ടും. അതായത് kN/m നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബ്രിഡ്ജിൽ വരുന്ന ടോട്ടൽ UDL നമുക്ക് അങ്ങനെ കിട്ടും, അതായത് ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UDL കിട്ടും. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്പാനിൽ 60 മീറ്ററിലേക്ക് വരുന്ന UDL ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ 25 kN/m² 50 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീതി പ്രകാരമുള്ള UDL നമുക്ക് കിട്ടും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിൽ ഈ 50 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UDL ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ 25 kN/m² ആ തന്നിട്ടുള്ള ഏരിയ ലോഡിനെ ഇൻറ്റു ഈ 16 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 50 മീറ്ററിലേക്ക് വരുന്ന UDL നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം 25 × 16 ചെയ്താൽ ഈ ടോട്ടൽ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UDL നമുക്ക് കിട്ടും. ആ UDL എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്, അതായത് ആ ബ്രിഡ്ജിൽ വരുന്നതാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ വരുന്ന അല്ലെങ്കിൽ ഈ റോഡ്വേയിൽ വരുന്ന ആ ടോട്ടൽ UDL എന്ന് പറയുന്നത് രണ്ട് സൈഡിലുള്ള കേബിളിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക ചെയ്യുന്നത്. അപ്പം 25 × 16 ചെയ്താൽ കിട്ടുന്ന ആ UDL എന്ന് പറയുന്നത് ഒരു സൈഡിലുള്ള കേബിൾ മൊത്തമായിട്ട് എടുക്കുന്നതല്ല, ഈ ബ്രിഡ്ജിൽ വരുന്ന അല്ലെങ്കിൽ റോഡ്വേയിൽ വരുന്ന ടോട്ടൽ UDL ആണ്. അത് രണ്ട് സൈഡിലും വരുന്ന കേബിളിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുക ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 25 × 16 ചെയ്താൽ നമുക്ക് ഇവിടെ വരുന്ന ടോട്ടൽ ഈ ബ്രിഡ്ജിൽ വരുന്ന ടോട്ടൽ UDL കിട്ടും. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ, രണ്ടായിട്ടല്ലേ ടോട്ടൽ ലോഡ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള സസ്പെൻഷൻ കേബിളിൽ വരുന്ന UDL നമുക്ക് കിട്ടും, ഒരു സൈഡിൽ വരുന്ന കിട്ടും. ഓക്കെ, അതായത് ആ റോഡ്വേയിൽ വരുന്ന ടോട്ടൽ ലോഡിനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വരുന്ന ഒരു സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന ആ ലോഡ് നമുക്ക് കിട്ടും. ഓക്കെ, ആ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈഡിലും സെയിം ലോഡ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. സ്പാൻ ഓഫ് ദ സസ്പെൻഷൻ ബ്രിഡ്ജ് ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ സ്പാൻ ഈസ് ഈക്വൽ ടു 50 മീറ്റർ. അപ്പം L എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് ദ റോഡ്വേ നമുക്ക് തന്നിട്ടുള്ള 16 മീറ്റർ ആണ്. ഇനി ലോഡ് ഓൺ ദ റോഡ്വേ, അപ്പം ആ കേബിളിൽ വരുന്ന ലോഡല്ല നമുക്ക് തന്നിട്ടുള്ളത്, ആ റോഡ്വേയിൽ വരുന്ന ഏരിയ ലോഡാണ് തന്നിട്ടുള്ളത്. യൂണിറ്റ് നോക്കിയാൽ അറിയാം, 25 kN/m² ആണ്. ഇനി ആ സെൻറ്ററിൽ വരുന്ന ഡിപ്പ്, സസ്പെൻഷൻ കേബിളിൻ്റെ സെൻറ്ററിൽ വരുന്ന ഡിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിപ്പ് ഓഫ് ദ സസ്പെൻഷൻ കേബിൾ D ഈസ് ഈക്വൽ ടു 4.2 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കേബിൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് 600 Nm/mm² ആണ്. അതായത് സസ്പെൻഷൻ കേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് 600 Nm/mm². അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് എക്സ്റ്റേണലി വരുന്ന ടെൻഷൻ നമുക്ക് കിട്ടും,
ആ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ, ആ ടെൻഷൻ ആക്ട് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെസ് 600 Nm/mm² എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ കൊടുക്കണം. ആ ഏരിയ എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ UDL കണ്ടുപിടിക്കുന്ന ആ കാര്യം ഫസ്റ്റ് ചെയ്യാം, ആ ഒരു പ്രൊസീജിയറിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL ഓൺ ഈച്ച് കേബിൾ, അതായത് ഓരോ സൈഡിലുള്ള കേബിളിലും വരുന്ന UDL ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ റോഡ് വേയിൽ വരുന്ന UDL നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. റോഡ് വേയിൽ വരുന്ന ഏരിയ ലോഡ് kN/m² ലോഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് 25 × 16 ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് വേയിൽ വരുന്ന UDL നമുക്ക് കിട്ടും. 25 × 16 ചെയ്താൽ നമുക്ക് ആ റോഡ് വേയിൽ വരുന്ന UDL കിട്ടും. അതായത് റോഡ് വേയിൽ വരുന്ന ഏരിയ ലോഡിനെ ഇൻറ്റു അതിൻ്റെ വിഡ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് വേയിൽ വരുന്ന UDL കിട്ടും. ദാറ്റ് ഈസ് 25 × 16 ചെയ്താൽ 400 kN/m ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും, അതായത് ഈ ലോഡ് രണ്ട് കേബിൾസിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുക ചെയ്യുന്നത്. അതായത് രണ്ട് സൈഡിലും, ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, സസ്പെൻഷൻ കേബിൾ ഉണ്ട്. ഈ വരുന്ന ബ്രിഡ്ജിൽ വരുന്ന 400 kN/m എന്ന് പറയുന്നത് രണ്ട് കേബിൾസിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുക ചെയ്യുന്നത്. അപ്പം ഒരു സൈഡിലുള്ള കേബിളിൽ വരുന്ന ലോഡ് നമുക്ക് /2 എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു ദ പെയർ ഓഫ് കേബിൾസ്. ഓക്കെ, അപ്പം ലോഡ് ഇൻ ഈച്ച് കേബിൾ W എന്ന് പറയുന്നത് 400/2 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 200 kN/m. അതായത് സസ്പെൻഷൻ കേബിളിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത്, അതായത് ഒരു സൈഡിലുള്ള സസ്പെൻഷൻ കേബിളിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് 400ന്റെ ഹാഫ് ആയിരിക്കും. 200 kN/m സസ്പെൻഷൻ കേബിളിലേക്ക് UDL ആയിട്ട് വരുള്ളൂ. ഓക്കെ, രണ്ട് കേബിളിലും ഹാഫായിട്ട് പോകുന്നത് കൊണ്ട് 400ന്റെ ഹാഫ് ആ ബ്രിഡ്ജിൽ വരുന്ന അല്ലെങ്കിൽ ആ റോഡ് വേയിൽ വരുന്ന ലോഡാണ് 400 kN/m. അപ്പോൾ അത് സസ്പെൻഷൻ കേബിൾ രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് അത് രണ്ട് കേബിൾസിലേക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകും. അപ്പോൾ 400/2 ചെയ്യുമ്പോൾ 200 kN/m എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് W കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള W നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് 50 മീറ്റർ വരച്ചു, സ്പാൻ വരച്ചു. പാരബോളിക്കായിട്ട് നമ്മളെ കേബിൾ, സസ്പെൻഷൻ കേബിൾ കൊടുത്തു. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ കേബിളിലേക്ക് വരുന്ന ലോഡ് എന്ന് പറയുന്നത് 200 kN/m ആണ്. ഇതുപോലെ അപ്പുറത്തെ സൈഡിലുള്ള കേബിളിൽ 200 kN/m ആണ്. അപ്പോൾ കേബിളിൽ വരുന്ന മാക്സിമം UDL എന്ന് പറയുന്നത് 200 kN/m വരുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സ്ട്രെസ് എക്സീഡ് ചെയ്യാത്ത രീതിയിൽ വരുന്ന ഏരിയ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഡിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 4.2. അതുപോലെ തന്നെ രണ്ട് സപ്പോർട്ട് AB സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ടെൻഷൻ എന്നുള്ളതും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഫിഗറിൽ കാണിച്ചു. നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഇപ്പം UDL ആണ്, ഒരേ ലെവലിലാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VA = VB = നമുക്ക് V എന്ന് പറഞ്ഞെടുക്കാം. ദാറ്റ് ഈസ് WL/2. W 200 ആണ്, L 50 ആണ്. /2 ചെയ്ത് കഴിഞ്ഞാൽ 5000 kN എന്ന് പറഞ്ഞ് കിട്ടും വെർട്ടിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ റിയാക്ഷൻ സ്റ്റെപ്പ് 3 ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം HA = HB = H, ദാറ്റ് ഈസ് WL²/8D. അപ്പം W 200 L 50, ദാറ്റ് ഈസ് 50² /8 × D എന്ന് പറയുന്ന ഡിപ്പ് 4.2 മീറ്റർ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 14,881 kN എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് കിട്ടി, വെർട്ടിക്കൽ റിയാക്ഷൻ കിട്ടി. ഇനി ആ കേബിളിൽ വരുന്ന മാക്സിമം ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മാക്സിമം ടെൻഷൻ ഇപ്പോൾ ഇവിടെ TA TB സെയിം ആയതുകൊണ്ട് അത് തന്നെയായിരിക്കും Tmax വരുന്നത്. അപ്പോൾ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ Tmax = TA = TB √(V²+S²), ദാറ്റ് ഈസ് √5,000² + 14,881². ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേബിളിൽ വരുന്ന മാക്സിമം ടെൻഷൻ നമുക്ക് കിട്ടും. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 15,698.5 kN എന്ന് പറഞ്ഞ് കിട്ടും മാക്സിമം ടെൻഷൻ. അപ്പോൾ കേബിളിൽ വരുന്ന മാക്സിമം ടെൻഷൻ നമുക്ക് കിട്ടി. അപ്പം ഈ ടെൻഷൻ അവിടെ വരുമ്പോൾ എത്ര ഏരിയ കൊടുക്കണം, ആ സ്ട്രെസ് 600 Nm/mm² എക്സീഡ് ആവാത്ത രീതിയിൽ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മാക്സിമം ടെൻഷൻ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ടെൻഷൻ വരുമ്പോൾ ഒരിക്കലും ആ ഒരു മെറ്റീരിയലിൽ, അതായത് കേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മെറ്റീരിയലിൽ സ്ട്രെസ് 600 Nm/m² കൂടാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ആ സ്ട്രെസ് എക്സീഡ് ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുമ്പം സ്ട്രെസ് എക്സീഡ് ചെയ്യാം അല്ലേ. ഏരിയ കുറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളതാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഏരിയ കുറയുമ്പോൾ നമ്മളെ സ്ട്രെസ് കൂടുക ചെയ്യാം.
ഓക്കെ, ഡിവൈഡ് ബൈ ഏരിയ ആയതുകൊണ്ട് ഏരിയ കുറയുമ്പോൾ സ്ട്രെസ് ഇൻക്രീസ് ആവും. അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യേണ്ടത്. അപ്പോൾ 600 Nm/mm² സ്ട്രെസ് കൂടാത്ത രീതിയിൽ വരുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 5 നമുക്ക് കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കേബിൾ നെസസറി. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 600 Nm/mm² ആണ്. അപ്പോൾ നോക്കണം, ന്യൂട്ടണിലും MM-ലുമാണുള്ളത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ആണ്. അതായത് സസ്പെൻഷൻ കേബിളിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പം ഇത് നമ്മൾ സ്ട്രെസ് എക്സീഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ, എക്സീഡ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഏരിയ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മാക്സിമം ടെൻഷൻ തന്നെ എടുക്കണം അല്ലേ. അപ്പോൾ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ഇൻ ദ കേബിൾ. Tmax ഈസ് ഈക്വൽ ടു 15,698.5 kN ആണ്. അപ്പോൾ ഫോഴ്സ് കിട്ടി, സ്ട്രെസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഏരിയ മാത്രമേ അൺനോൺ ഉള്ളൂ. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ നോക്കണം, ഇത് കിലോ ന്യൂട്ടണിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ന്യൂട്ടണിലേക്ക് മാറ്റണം. അപ്പോൾ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻³ ചെയ്യാം, ഡിവൈഡഡ് ബൈ ഏരിയ അൺനോൺ ആണ്, സ്ട്രെസ് 600 Nm/mm² ആണ്. സോൾവ് ചെയ്യുക. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ സ്ട്രെസ് ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് mm² ഏരിയ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ ടു Tmax ബൈ എ. അതായത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ Tmax മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ബൈ ഏരിയ. ദാറ്റ് ഈസ് ഇതിനകത്ത് ഏരിയ എന്ന് പറയുമ്പോൾ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സ്ട്രെസ് ആണ്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് 15,698.5 kN ആണ്. അപ്പോൾ അതിനെ ന്യൂട്ടണിലാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻³ ചെയ്തു, ഡിവൈഡഡ് ബൈ സ്ട്രെസ് Nm/mm². അപ്പോൾ 600 കൊടുത്തു. അപ്പോൾ ഇത് ഓൾറെഡി ന്യൂട്ടണിലാണ്, ഇത് Nm/mm² ആണ്. ന്യൂട്ടൺ ക്യാൻസൽ ആവും, നമുക്ക് ഏരിയ കിട്ടും 26,164.16 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ മിനിമം ആ കേബിളിൽ ഉണ്ടായാലേ ആ സ്ട്രെസ് ഈ വരുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 600 Nm/mm² എക്സീഡ് ആവാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും മിനിമം ഏരിയ വേണം. അപ്പോൾ ആ കേബിൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയ വരുന്ന രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. ദ റിക്വയർഡ് മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കേബിൾ ഈസ് ഈക്വൽ ടു 26,164.16 mm². അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതായത് ആ സ്ട്രെസ് എക്സീഡ് ചെയ്യാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ സ്ട്രെസ് എക്സീഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് 600 Nm/mm² എക്സീഡ് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് റിക്വയർഡ് മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ 26,164.16 mm² എന്നുള്ളതാണ്.